ദൈവമേ നല്ലൊരു ദിവസമായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് കേട്ടാ. മോശം പറയരുതല്ലോ, ദൈവം കറക്റ്റ് ആയിട്ട് പ്രാർത്ഥന കേട്ടു. രാവിലെ തന്നെ എത്ര കിക്കർ അടിച്ചിട്ടും എന്റെ വണ്ടി ഓണാവണില്ല. പണ്ടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇപ്പൊ സ്പോട്ടിലാണ് റിപ്ലൈ. കാലത്താണ് സിനിമയ്ക്ക് പോകുന്ന ഞാനാണ് ഇപ്പൊ വണ്ടി ഓണാവേണ്ടി നിൽക്കുന്നത്. എന്തായാലും സന്തോഷായി. അങ്ങനെ വണ്ടിന് എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ വക അടുത്തത്. താങ്ക് യു അമ്മ. അമ്മ ജോലിക്ക് പോയിട്ട് പോയോ, ഞാൻ എല്ലാം സെറ്റാക്കി തരാന്ന് അമ്മേനെ ഞാൻ വിട്ടു. എന്റെ പ്രാർത്ഥനയുടെ പകുതി ദൈവം കേട്ടോണ്ടാണെന്ന് അറിയില്ല. കടയിൽ വലിയ തിരക്കില്ലാത്തോണ്ട് വേഗം സാധനം കിട്ടി ഞാൻ തിരിച്ചു വന്നു. ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം. ഇനി നമ്മള് റേഷൻ കടയിൽ നിന്നും സിനിമ തിയേറ്ററിലേക്ക്. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് വീണ്ടും ഒരു സിനിമയ്ക്ക് പോയാലോ? 5 മിനിറ്റ് മുന്നേ റേഷൻ കട പോയി ഞാനാണ് ഇവന്റെ കൂടെ ബൈക്കിലും കയറി സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാലത്ത് വീട്ടിലെ ബംഗാളി, ഉച്ചയ്ക്ക് നാട്ടിലെ യൂട്യൂബർ. ഒരു ദിവസം തള്ളി നിൽക്കാൻ വേണ്ടി എന്തൊക്കെ വേഷങ്ങൾ കിട്ടണം ദൈവമേ. അങ്ങനെ ഞാൻ കാണാൻ പോയത് നമ്മുടെ നിവിൻ പോളിയുടെ സർവ്വമയ ആയിരുന്നു കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നിവിൻ പോളിയുടെ തിരിച്ചറിവ് ചാടി വരും എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. സത്യം പറയാലോ, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറെ ചിരിക്കാനുണ്ടായിരുന്നു. നിവിൻ പോളിന്റെ അജു വർഗീസിന്റെ കുറെ തമാശകൾ ഞാൻ ചിരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം കുറച്ച് ലാഗായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് എന്റെ കൂട്ടുകാർ ആ വഴിക്ക് പോയി. അമ്മേ വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ അമ്മ കിടന്നുറങ്ങണ്. വെറുതെ അമ്മേനെ വിളിച്ചെന്തിനാ എനിക്ക് പണി വാങ്ങണമെന്ന് ആലോചിച്ച് മിണ്ടാണ്ട് പോയി ചോറെടുത്ത് ഞാൻ കഴിച്ചു. ചോറും കഴിച്ച് ഇനി ഒരു ഉറക്കാവാന്ന് വിചാരിച്ചപ്പോൾ കഴിക്കണ് അടുക്കളയിൽ ശബ്ദം. കാലത്ത് റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങി കൊടുത്ത എന്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. എന്റെ അമ്മയ്ക്ക് ദിവസത്തിൽ ആകെ 2 കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഒന്നല്ലെങ്കിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക. എന്റെ അമ്മയ്ക്ക് എത്ര പണിയെടുത്താലും തീരില്ല. അല്ല നിങ്ങളുടെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ? അപ്പൊ ശരിട്ടാ.